Suburb Field Taste. Join every bite. Catering Calicut. Booking expected for you. Valuable. Contact me. I preparation. Naivida Final Production World Cuisines. Thank you. Thank you. Guys, നമ്മളിപ്പോൾ ഒരു അജുവ ബിരിയാണി ഉണ്ടാക്കുകയാണ്. 1 കിലോൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 1 കിലോൻ്റെ അളവ് മീറ്റ്, അതായത് ബ്രോയിലർ കോഴിയാണ് ചെയ്യാൻ പോകുന്നത്. ലഗോണും മട്ടനും ബീഫും വേറെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ, ഇപ്പം ഞാൻ എടുക്കുന്ന 1/2 കിലോ ആണ്. അപ്പോൾ 1 കിലോ കോഴി എടുക്കണമെങ്കിൽ 750 തക്കാളി, എണ്ണ ഒന്നും ചേർത്തരുത്. പിന്നെ ഈ 15 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 50 ഗ്രാം ചെറുള്ളി. പിന്നെ 1 കിലോൻ്റെ അളവാണ് പറയുന്നത്. എരിവുള്ള മുളകാണെങ്കിൽ ഒരു 70 ഗ്രാം, എരിവില്ലാത്ത മുളകാണെങ്കിൽ 80, 90, 100 ഗ്രാം വരെ ഇട്ടിട്ടതിന് ശേഷം ഇടുക. അതിന് ശേഷം ഒരു പുതിന ഇടുക. ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റുന്നു, എണ്ണ ഒന്ന് ചേർക്കാണ്ട്. ഇത് ബ്രോയിലിൻ്റെയാണ് സെക്ഷനാണ്. ലഗോണിൻ്റെയും ബീഫിൻ്റെയും മട്ടൻ്റെയും ഞാൻ പറയാം. ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് അജുവ ബിരിയാണിയാണ്, എണ്ണ ഒന്നും വേണ്ട അതിൽ. ഇതിൻ്റെ മസാല ഇങ്ങനെയാണ് പ്രിപ്പറേഷൻ. നമുക്കിനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പേസ്റ്റ് രൂപമാക്കി വയ്ക്കണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ പേസ്റ്റ് രൂപമായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പുതിന ഒരു 20 ഗ്രാം 30 ഗ്രാം ഇടണം. പിന്നെ നമുക്ക് ചിക്കൻ ചേർത്താം. ചിക്കന് ഞാൻ 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. അജുവ ബിരിയാണി ബിരിയാണീൻ്റെ രാജാവാണ് അജുവ ബിരിയാണി. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം, ഇത് ബ്രോയിലർ കോഴി വേവുന്നല്ല. അപ്പോൾ നമുക്ക് ഈ തക്കാളി നമുക്ക് പേസ്റ്റ് ആക്കണം. ലഗോണം ബീഫും മട്ടനാണെങ്കിൽ നമുക്ക് ഈ ചേരുവകൾ ഈ മീറ്റിൽ തന്നെ ചേർത്തിയിട്ട് വേവിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആ മീറ്റിനൊക്കെ വേവ് കൂടുതലാണ്, ബ്രോയിലിന് വേവ് കുറവാണ്. അതാണ് ഈ തക്കാളി വാട്ടുന്നത്. വേവ് കൂടിയതിന് നമ്മൾ എല്ലാം ഓരോ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇടുന്നു. അതിന് ശേഷം വേവിക്കുന്നു. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ കാട്ടിത്തരാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി വൈറ്റ് പാർട്ട് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഉള്ളിയാണ്. 1 കിലോ മീറ്റിന് 350 ഗ്രാം വെല്ലുള്ളി പൊരിച്ചെടുക്കണം, ഗോൾഡൻ കളറാക്കണം. അതിലൊരു പിടി ഇടുന്നു. പിടിയിട്ടതിന് ശേഷം ആവശ്യത്തിന് ചെറുനാരങ്ങയുടെ നീര്. ഇതിൽ തൈരോ ഒന്നുമില്ല, തൈരുമില്ല, ഓയിലില്ല, ഒന്നുമില്ല. ആവശ്യത്തിന് ചെറുനാരങ്ങ നീരിട്ടിട്ട് ഒന്ന് മിക്സാക്കുക. ഒരു 5 മിനിറ്റ് ഇതിനെ മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു 2 3 ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഒന്നും കൂടി സ്റ്റീം ചെയ്യുന്നു. നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റായി സ്റ്റീം ചെയ്യുന്നു. ഇനി നമ്മളൊന്ന് ഇളക്കിയിട്ട് 1 കിലോ മീറ്റിന് 1 ടേബിൾ സ്പൂൺ ഗരം മസാല മാത്രം ചേർക്കുന്നു, മിക്സാക്കുന്നു. മിക്സാക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. ഇനി നമ്മൾ റൈസ് ദം ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, റെഡി ആയിട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ദം ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. മല്ലിയില വിതറുന്നു. അതിനുശേഷം പൊരിച്ചുള്ളി വിതറുന്നു.
പൊരിച്ചുള്ളി വിതറിന് ശേഷം റൈസ് ദമ്മ് ചെയ്യുന്നു. ഇനി നമുക്ക് റൈസിൻ്റെ പണി തുടങ്ങാം. ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ബാക്കി നമ്മൾ റൈസിൻ്റെ പണി തുടങ്ങുക. ഇപ്പോൾ പാകത്തിനാണ്. ഇനി നമ്മൾ റൈസിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. ഇനി ദമ്മ് ചെയ്യാൻ പോവാണ്. കണ്ടുന്നോളി, അടിപൊളി ബിരിയാണീൻ്റെ രാജാവാണ്. ഇത് ബ്രോയറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലഗോണിലാണെങ്കിൽ ഈ സ്പൈസസ് തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, പുതിന ഇട്ടിട്ട് നല്ലോണം വേവിക്കുക. ലേശം വെള്ളം ഒഴിച്ചിട്ട്, അതിനൊക്കെ ലേശം വെള്ളം ഒഴിക്കണം, മീറ്റ് ഓവർ ഇതുള്ളത് കൊണ്ട്. ഇനി നമ്മളത് ദമ്മ് ചെയ്യുന്നു. അത് പച്ച ദമ്മാണ്. ഒരു എന്താണ് പറയുക, ബിരിയാണി. ഇത് ബ്രോയിലർ ആകുമ്പോൾ വേവ് കൂടിയതല്ലേ, പെട്ടെന്ന് വേവുന്നല്ല, കുറച്ച് RKG നെയ്യിട്ട് ഇനി നമ്മൾ ഇത് ദമ്മ് ചെയ്യുന്നു. ഓക്കെ.